Hey children, exercise 3.3, 16th question ആണ് കേട്ടോ. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. cos 9x minus cos 5x by sin 17x minus sin 3x is equal to negative sin 2x by cos 2x ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇതിൽ നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിരുന്നു. 15th ക്വസ്റ്റ്യൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് നോക്കിക്കൊള്ളുക. അതേ ഇക്വേഷൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും വരിക. സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ cos 9x മൈനസ് കോസ് 5x അല്ലേ, രണ്ട് കോസുകളാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നോക്കിയേ സൈനുകളുമാണ്, ഇവിടുത്തെ സൈൻ ആണെങ്കിൽ മൈനസും ആണ്. അപ്പോൾ ഇതിലൊരു കുഞ്ഞൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നോക്കിയേ സി മൈനസ് സി എന്നാണ് വന്നേക്കുന്നത്. ഇവിടെ എന്താണ് എസ് മൈനസ് എസ്. ഈ എസ് മൈനസ് എസിൻ്റെ 15th ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ് മൈനസ് എസ് എന്ന് വരുമ്പോൾ നമ്മൾ പഠിച്ച എന്താണ് 2CS എന്നാണ് നമ്മൾ പഠിച്ചത്. സി മീൻസ് കോസ്, സൈൻ മീൻസ് അല്ല എസ് മീൻസ് സൈൻ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്തുണ്ട് എക്സ് പ്ലസ് വൈ ബൈ ടുവും ഇവിടെ എന്തുകൊണ്ട് എക്സ് മൈനസ് വൈ ബൈ ടു. അതുപോലെ സി മൈനസ് സി, ഈ സി മൈനസ് സിയിൽ വരുമ്പോൾ ഇവിടെ മൈനസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടിലും നമുക്ക് കിട്ടുന്ന എന്താണ് നെഗറ്റീവ് 2SS എന്നായിരിക്കും വരിക. ഓക്കെ, നെഗറ്റീവ് 2SS, അതായത് ഈ കോസ് രണ്ടും ആരായിട്ട് മാറും, സൈനായിട്ട് മാറും. അപ്പോൾ അതെ ഞാനിവിടെ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ അറിയാം നമുക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ ഇക്വേഷൻ വരിക. നോക്കിയേ കോസ് എക്സ് മൈനസ് കോസ് വൈ എന്നായിരിക്കും അല്ലേ. ഈ മുകളിൽ കിടക്കുന്നത് എന്താണ് കോസ് എക്സ് മൈനസ് കോസ് വൈ എന്നാണ് മുകളിൽ കിടക്കുന്നത്, അതായത് ന്യൂമറേറ്റർ. ഇനി ഡിനോമിനേറ്റർ എന്തായിരിക്കും വരിക നോക്കിയേ സൈൻ എക്സ് മൈനസ് സൈൻ വൈ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ഇതൊക്കെ. അപ്പോൾ ഈക്വൽ ടു ഞാൻ പറഞ്ഞു രണ്ട് സികൾ മൈനസ് അല്ലേ, കോസ് മൈനസ് ആണെന്നോ -2 നമുക്ക് തുടങ്ങുക. സോ -2 ഇവിടെ ഞാൻ എസ് എന്നായിട്ട് എന്താണത് സൈനാണ് അല്ലേ. സോ സൈൻ ഇനി എന്തുണ്ടെന്ന് പറഞ്ഞു എക്സ് പ്ലസ് വൈ ബൈ 2 ഉണ്ട്. വീണ്ടും എന്താ കിടക്കുന്നത് ഒരു എസും കൂടിയാണ്, അതും എന്ത് തന്നെയാണ് സൈനാണ്. പക്ഷേ ഇവിടെ എന്തായിരിക്കും വരിക എക്സ് മൈനസ് വൈ ബൈ 2. ആ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കുറേ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം വളരെ ഭംഗിയായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം സമം വളരെ എളുപ്പമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഞാൻ എഴുതിയ ന്യൂമറേറ്റർ മാത്രമാണ്. ഇനി ഞാൻ ഡിനോമിനേറ്ററിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പറഞ്ഞു തന്നു എസ് മൈനസ് എസ് ആണെങ്കിൽ 2CS, അതായത് കോസും ഉണ്ട് സൈനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എഴുതാം നമുക്ക് 2 കോസ് ഉണ്ടോ 2C എന്നത് 2 കോസ്. ഇവിടെ എന്ത് വരും എക്സ് പ്ലസ് വൈ ബൈ 2ഉം ഇവിടെ എന്താ വരിക സൈനാണ്. ഇവിടെ സൈനിൽ വരുമ്പോൾ കോസും ഉണ്ട് സൈനും ഉണ്ട് കേട്ടോ, മറക്കരുത്. സോ എക്സ് മൈനസ് വൈ ബൈ 2 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ആരാണ് ഈ എക്സും വൈയും ഒക്കെ? അതെ ഇതാണ് 9ഉം 5ഉം ആണ് ഇവിടുത്തെ എക്സും വൈയും. ഇവിടുത്തെ എക്സും വൈയും ആരാന്ന് നോക്കിയാൽ 17ഉം 5ഉമാണ്. 17ഉം 3ഉമാണ് കേട്ടോ ടെക്സ്റ്റിൽ കിടക്കുന്നത്. സൈൻ ഓക്കെ കറക്റ്റാണ്. സൈൻ എന്താണ് 3x ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് LHS ആണ്. ഇതാണ് നമ്മുടെ എന്താണ് RHS. ഓക്കെ, അപ്പോൾ താഴത്തെ ഡിനോമിനേറ്ററിലെ എക്സ് ആരാണ് 17 ആണ്, വൈ ആരാണ് 3ഉമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി വാല്യൂസ് അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം എന്താണ് നെഗറ്റീവ് 2 സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം 9x പ്ലസ് 5x കൊടുത്തു ബൈ 2. ഇനിയോ ഇവിടെ ഇത് കൊടുക്കുമ്പോൾ സൈൻ എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ് 9x മൈനസ് 5x ബൈ 2 എന്നായി. ഓക്കെ ആണല്ലോ. ഇനിയോ അങ്ങനെ ന്യൂമറേറ്റർ നമ്മൾ എഴുതി. ഇനി ഡിനോമിനേറ്ററിലേക്ക് മൂവ് ചെയ്യാം. നോക്കിയേ 2 കോസ് എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ആരാണ് 17x പ്ലസ് 3 ആണ്. 17x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2. പിന്നെ എന്താ വരിക സൈൻ ആണ് അല്ലേ. സോ സൈൻ എക്സ് മൈനസ് 3 എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് 17x മൈനസ് 3x. ഇവിടെ എക്സ് ഉണ്ട് കേട്ടോ ബൈ 2 കണ്ടോ, ഇത് കിട്ടി. ഇനി നമുക്കിതിനെ ഒന്നും കൂടെ സോൾവ് ചെയ്തെടുക്കണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. സോ നെഗറ്റീവ് 2 സൈൻ ഇൻറ്റു അവിടെ എത്ര കിട്ടുക 14x ബൈ 2 കിട്ടി. കണ്ടോ, ഇത് കട്ടായി പോവും. 2 ഇതിൽ എത്ര ടൈംസാണ് പോവുക 7 ടൈംസ് പോവും. ഇനി ഇവിടെയോ സൈൻ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് 4x ബൈ 2. അതുപോലെ 2 ഇതിലും കട്ടായി പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ എഴുതി. ഇനി ഡിനോമിനേറ്റർ നോക്കിയേ 2 കോസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുക 20x ബൈ 2 ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. 2 ഇതിൽ കട്ടായി പോകും 10ലും കേട്ടോ. ഇവിടെയോ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ എത്രയായിരിക്കും കിട്ടുക നമുക്ക് 14 അല്ലേ. സോ
15x/2 കിട്ടി. ഇനി കട്ട് ചെയ്യുന്നതൊക്കെ ചെയ്യാം. നോക്കിയേ, ഇതിൽ പോയി എത്ര ടൈംസാണ് പോവുക? 7 ടൈംസ് പോയി. അതുപോലെ ഇതിൽ പോയി എത്ര ടൈംസാണ് പോയത്? 2 ടൈംസ് പോയി. ഇതിൽ എത്ര ടൈംസ് പോയി? ഇതാ 10 ടൈംസ് പോയി. ഇതോ ഇവിടെയും 7 ടൈംസ് പോയി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിനെ നമുക്ക് എടുത്തെഴുതാം അല്ലേ? ബാക്കി എന്താ വരുന്നത്? -2 സൈൻ, ഇവിടെ എന്താ ഉള്ളത്? 7x, ഇവിടെയോ സൈൻ 2x, കണ്ടോ? 2x 7 ആണ് ബൈ എന്താണ് 2 കോസ്, ഈ 220ൽ എത്ര ടൈംസാണ് പോയത്? 10 ടൈംസ് പോയി. ഇവിടെയോ എന്താണ്? ഇവിടെ 214ൽ എത്ര ടൈംസാണ് പോയത്? 7 ടൈംസ് പോയി. സോ സൈൻ 7x നമുക്കിവിടെ എഴുതി. ഇനി ഇവിടെ നിന്ന് നോക്കിക്കേ, നമുക്ക് എന്താണ് അതെല്ലാം കട്ടായി പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലേ. ആരൊക്കെയാണ് കട്ടായി പോണേ നമുക്ക് നോക്കാം. ഈ 2 പോയി, ഈ 2 പോയി. അതുപോലെ തന്നെ ഈ സൈൻ എക്സ് പോയി, ഈ സൈൻ എക്സ് പോയി. ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടോ കട്ട് ചെയ്യാനായിട്ട്? ഇല്ല. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, ഇവിടെ ഒരു സൈൻ ഉണ്ട്, ഒരു 2x ഉണ്ട്, പിന്നെ ഇവിടെ എന്താ ഉള്ളത്? കോസ് 10x ഉണ്ട്. അപ്പം കട്ട് ചെയ്ത് പോയത് മനസ്സിലായല്ലോ അല്ലേ? ഈ 2 കട്ടായി, ഈ 2 കട്ടായി. പിന്നെ എന്താ കട്ടായത്? സൈൻ 7x സൈൻ 7x കട്ടായി പോയി. ബാക്കി നമുക്ക് വന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കിയാൽ ഈ മൈനസ് സൈനും ഈ സൈൻ 2x ഡിവൈഡഡ് ബൈ വാട്ട്? കോസ് 10x. ഇനി എല്ലാവരും ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിക്കേ. കണ്ടോ, നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? നെഗറ്റീവ് സൈൻ 2x ബൈ കോസ് 10x കിട്ടിയെങ്കിൽ നമ്മുടെ RHS കിടക്കുന്ന നോക്കിയേ, നെഗറ്റീവ് സൈൻ 2x ബൈ കോസ് 2x. സോ ഇത് രണ്ടും എന്താണ് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ? സോ നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? LHS ഈക്വൽ ടു RHS എന്ന് എഴുതാം. നല്ലപോലെ മനസ്സിലായല്ലോ ഇത്? സോ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. 2 കോസ് സൈൻ വന്നാൽ കണ്ടോ, സി മൈനസ് സി എന്നിട്ട് കോസ് മൈനസ് കോസ് ആണ്. ആൻസർ എന്താ വരിക? -2s. കോസ് 2 എന്തായി മാറും? സൈനായിട്ട് മാറും. ഇനി 2 സൈൻ മൈനസ് ഇട്ട് വന്നാൽ അത് എന്തായിട്ട് മാറി? 2 കോസും സൈനുമായിട്ട് മാറും. പക്ഷേ 2s എന്ന് നിങ്ങൾ ഓർത്തിരിക്കാനുള്ളൊരു മെത്തേഡ് മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ ആരുണ്ടോ? x+y/2 ഉണ്ട്, ഇവിടെ x - y/2 ഉണ്ട്. അതേപോലെ തന്നെ കോസ് കഴിഞ്ഞാൽ ഇവിടെ x+y/2 ഉണ്ട്, ഇവിടെ x - y/2 ഉണ്ട്. എല്ലാവർക്കും മനസ്സിലായല്ലോ കുട്ടികളെ? അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.